തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു NIA സംഘം സവാദിനെ അറസ്റ്റ് ചെയ്തത്. 13 വർഷം മുമ്പ് അധ്യാപകന്റെ കൈവെട്ടി സവാദ് ഒളിവിൽ പോയി. വിദേശത്തും സ്വദേശത്തുമായി NIA അന്വേഷണം നടത്തി. 10 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. എന്നാൽ അവസാനം കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റ് സവാദിനെ കുടുക്കി. കണ്ണൂർ മട്ടന്നൂരിൽ ഷാജഹാൻ എന്ന പേരിൽ സവാദ് താമസിക്കുന്നുണ്ട് എന്ന വിവരം NIA സംഘം അറിഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച് കുറച്ച് നാളുകളായി NIA അന്വേഷണം നടത്തിപ്പോരുകയായിരുന്നു. എന്നാൽ ഷാജഹാൻ എന്ന പേര് NIA സംഘത്തിന് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു. അങ്ങനെയാണ് കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റ് പരിശോധിക്കാൻ NIA സംഘം തീരുമാനിക്കുന്നത്. ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് സവാദ് എന്ന് കണ്ടതോടുകൂടി NIA സംഘം ഇത് ഉറപ്പിച്ചു. പിന്നീട് ഈ ഷാജഹാൻ എന്ന പേരുള്ളതിനാൽ അത് ഉറപ്പിക്കാൻ വേണ്ടി മറ്റൊരു മാർഗം കൂടി NIA സ്വീകരിച്ചു. അധ്യാപകനെ ആക്രമിക്കുന്ന വേളയിൽ സവാദിനുണ്ടായ മുറിപ്പാട്, ശരീരത്തിനുണ്ടായ ആ മുറിപ്പാടും വ്യക്തമായതോടുകൂടി NIA സംഘം ഇത് തന്നെയാണ് മുഖ്യപ്രതിയായ സവാദ് എന്ന് ഉറപ്പിക്കുകയായിരുന്നു. 8 വർഷം മുമ്പ് കാസർഗോഡ് സ്വദേശിനിയെ സവാദ് വിവാഹം കഴിച്ചു. കൈവെട്ട് കേസിലെ പ്രതിയാണ് വിവാഹം കഴിച്ചതെന്ന് അറിയില്ലായിരുന്നു എന്നാണ് ഭാര്യാപിതാവ് മാധ്യമങ്ങളോട് ഇന്ന് പ്രതികരിച്ചത്. ഇത്തരത്തിൽ 13 വർഷത്തെ നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് NIA സവാദിനെ അഴിക്കുള്ളിലാക്കിയത്.